ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ജൈവികൃഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി നേരത്തെ തീരുമാനിച്ച് വന്ന ചെറിയൊരു ട്രിപ്പൊക്കെ പോകാമെന്ന് അല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഉണ്ട്, അതുപോലെ തന്നെ ജീനുണ്ട്, അവനുണ്ട്, പുറമായിരുന്നുണ്ട്, വേറെ പിന്നെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഗൈസ് പോയത്. ഇവിടെ നിന്ന് കുറച്ച് പോകണം അല്ലേ? കുറച്ച് പോകണം. നമ്മൾ തലേതാന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും ഏറെക്കുറെ ആൾക്കാർക്ക്. ഇവിടെ ഉള്ളവർക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ നാളായിട്ട് ചുമ്മാ വീട്ടിൽ കറങ്ങി തിരിഞ്ഞൊന്നും പോകാത്തതുകൊണ്ട് ചുമ്മാ പോകാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വന്നേക്കണത് ഇപ്പം ബോർഡ് കാണാം കേട്ടോ. നമ്മളിവിടെ കല്ലാറുട്ടി അടുത്തെന്ന് പറഞ്ഞൊരു ഡാമാണ് അല്ലേ, നല്ല രസമാണ്. അവിടുത്തെ പാലൊക്കെ ഉണ്ട്, ഇതാണ് അടിപൊളിയല്ലേ കാണാൻ. അതിപ്പം എന്നാ പറഞ്ഞ അവന്മാർ വന്നു ഗൈസ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ അടുത്തൊരു എന്നാ പറയണേ കള്ള് ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഷാപ്പിലെ കറി നാവിലെ രുചി എന്ന് പറഞ്ഞ പോലെ ചുമ്മാ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പം സൺഡേ ഈസ് എ ഫൺ ഡേ. സോ ഇതേ ഇരിക്കുന്നു ഗൈസ്, നമ്മളെല്ലാവരും ഇരിപ്പുണ്ട് ഗൈസ്. എല്ലാവരും ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ കല്ല്, കപ്പ, പിന്നെ എന്നായിരുന്നടാ ബീഫ്, കരള്, പിന്നെ വേറെ എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്തേ. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു ഗൈസ്. അപ്പോൾ കള്ളൂരിന് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഫോട്ടോ വീഡിയോ ഞങ്ങളെ കൂടെ. അപ്പം നമ്മൾ വ്ളോഗും കൂടി ചെയ്ത് ഇത് വ്ളോഗ് പോലെ സെറ്റ് ചെയ്യാന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഇതിൻ്റെതായ ഒരു ഇതിലായതുകൊണ്ട് നമുക്ക് എൻജോയ്മെന്റിലായിട്ട് ബാക്കി ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്തൊരു ക്ലിപ്പിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. ഇപ്പം ഇതാണ് നമ്മുടെ അടിപൊളി കറി കേട്ടോ. എന്നെ ടേസ്റ്റാണ്. ഷാപ്പിലെ കറി എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ്. അത് എല്ലാവരും തന്നെ പറയാണ്ട് അറിയാം. ഒരു ഭയങ്കര സ്പൈസി എരിവൊക്കെ ഉള്ളത് പിടിച്ചത്. അതെ, ആ ഒരു കറിയും കപ്പയും എൻ്റെ മോനെ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ചേസൊക്കെ അടിച്ച് കുടിക്കാതുള്ളത് എന്നാ ശരിയാന്ന് നോക്കി കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കണ കേട്ടോ, വേറെ ഒന്നുമല്ല. കണക്ക് കൂട്ടുന്ന സമയമായിട്ടില്ല, നമ്മൾ വരുന്നേ ഉള്ളൂ. അപ്പം പിന്നെ ഗൈസ് ഇപ്പോൾ കഴിച്ചു വെക്കാൻ പറയേ, എന്നോടാന്ന് തോന്നുന്നു പറഞ്ഞാലുള്ള കഴിച്ചു വെക്കാൻ പറയുമ്പോൾ ചിരിച്ചു. അതെൻ്റെ വായ കൊതിയൊക്കെ പിടിച്ചിട്ട് കിട്ടിയില്ല അതാ ഗൈസ്. അപ്പോൾ പിന്നെ എന്നാണ് പറഞ്ഞത്, അപ്പം ഞാൻ അടുത്തിരിക്കണ വേറൊരു കൂട്ടുകാരോട് കഴിച്ചു വെക്കാൻ പറഞ്ഞു. അവനാകുമ്പോൾ ഇച്ചിരി ഷോ ഇട്ട് കഴിച്ചു. മുക്കി അടിക്കണയാണ് വേണ്ടത്. അഖിൽ ഓക്കെ, അത് മതിയിടാതെ ഞാൻ പറഞ്ഞു. നല്ല കള്ള് ആയിരുന്നു കേട്ടോ അല്ലേ. പിന്നെ നമ്മൾ കുറച്ച് കള്ളൊക്കെ മേടിച്ചുകൊണ്ട് ചുമ്മാ കഥയൊക്കെ പറഞ്ഞിരിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഒരു നല്ല രസമുള്ള ഒരു പ്ലേസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വ്യൂ അല്ലേ. അവിടെ നല്ല വ്യൂ, അവിടെ കാറ്റൊക്കെ കൊണ്ട് 2 പാട്ടൊക്കെ പാടിയിരിക്കാന്ന് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയാ. അതിന് കാറ്റ്, വെള്ളം ഒഴുകുന്നു, അരുവി, ചെറിയ മല, ഭയങ്കര നല്ല നേച്ചറായിരുന്നു അല്ലേ. നല്ലൊരു രസമായിരുന്നു. അപ്പത്തെ ആ മരത്തിന്റെ ഒരു തണലും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു അല്ലേ. പിന്നെ അവിടെ പോയിരുന്നു ഓരോ കഥകൾ പറഞ്ഞു. നമ്മുടെ ലൈഫിൽ ഓരോ കഥകളുണ്ട്. അവന്റെ വഴി കാണിച്ചാൽ അവന് ഭയങ്കര ലവ് ആയി പോയി എന്നോട്. അവന് ഭയങ്കര കെയറിങ് ആയി പോയി. അപ്പൊ അല്ലാണ്ട് പൊതുവെ പുള്ളി അങ്ങനെയാണ്. പിന്നെ അത് ഞാനൊക്കെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അവന്റെ ചേട്ടനും ഉണ്ട് കൂടെ, ചേട്ടനും അനിയനുണ്ട്. പിന്നെ ഞങ്ങളവിടെ പോയി എല്ലാവരും ഇരിക്കുകയാണ്. മറ്റേ ഞാനാണ് പുറകെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതാണ് ഇതിൽ തന്നെ ഒന്നും കാണാത്ത. അതായത് എല്ലാവരും ഉണ്ട്. അപ്പം വന്നപ്പോഴാ ഓർത്ത് പാട്ട് കേൾക്കാനായിട്ട് ഫോൺ മാത്രമേ എടുത്തുള്ളൂ. ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. ഇവിടെ ഇപ്പൊ പാട്ടൊക്കെ ഇട്ടിരിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞായറാഴ്ചത്തെ പരിപാടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. കറങ്ങി തിരിഞ്ഞു നടന്നു, കുറച്ചു നേരം അവിടെ പോയിരുന്നു, പാട്ടൊക്കെ പാടി. പിന്നെ അന്താക്ഷരി നമ്മൾ ഈ അവസാനം അക്ഷരമൊക്കെ വെച്ച് പിന്നെ പാട്ട് പാടി കേട്ടില്ലേ. എല്ലാവരും എന്നാ പറയണെന്ന് അറിയത്തില്ല, നമ്മളങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഗെയിംസ് കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ബാക്ക് ടു നമ്മുടെ ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജീവിതം പണ്ടുള്ള ഒരു ലൈഫിലേക്ക് ഫീലിങ്സ് കിട്ടി. പക്ഷെ ഓർത്തിരിക്കാൻ പറ്റും നമ്മുടെ പണ്ടത്തെ കുറെ മണ്ടത്തരങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഇല്ല. അതിങ്ങനെ പിന്നെ ഓരോരുത്തർക്കും നടക്കാനുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും സ്വപ്നങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. നല്ലൊരു മെമ്മറീസ് ആയിരുന്നു സൺഡേ, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ അങ്ങനെ കുറെ നേരം നമ്മൾ ഏകദേശം ഒരു രാവിലെ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ 3 മണി 4 മണിയൊക്കെ ആയി. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് എന്നാണ് പറയാം. അപ്പം ഈ കണ്ടാട്ടോ അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ നല്ല രസം.
അങ്ങനെ പ്രത്യേകിച്ച് ആളുകളും പറ്റില്ല അത്. എന്നിട്ട് പിന്നെ രക്ഷപ്പെട്ടു. എല്ലാവരും അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. വെയിൽ വരെ വന്നു. അപ്പം ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ ബൈ ബൈ.